നീ എവിടെ പോണ? ഞാനിവിടെ പരുന്തുകളൊക്കെ ഇങ്ങനെ പറക്കുന്ന ഒന്ന് നോക്കിയിരുന്നു. പരുന്തിനെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ജോലിയൊന്നും ഇല്ലല്ലേ? ഇന്ന് ഒന്നും ഒരു പണിയും കിട്ടിയില്ല. ആരും നമുക്ക് പണിയും തന്നില്ല. വല്ലവനും പണി തന്നാലല്ലേ പറ്റുമല്ലേ? അതെ, വല്ലവനും പണി തന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാ. പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന പണി കൊണ്ട് നമ്മള് ഇങ്ങനെ തട്ടിക്കൂട്ടിയാൽ പോകും. ഉച്ചയ്ക്ക് വിശാലമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നൊരുത്തെ എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തന്ന. അപ്പൊ ആ ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ച് അങ്ങനെ നല്ല ക്ഷീണത്തിലായിരുന്നു. നീ എവിടെ പോന്നു? ഞാൻ ഇങ്ങോട്ടൊരു വഴി പോവാന്ന് വിചാരിച്ചു. ഇന്നലെ അൻവറിന്റെ പത്രസമ്മേളനവും പിന്നെ പൊതുസമ്മേളനവും കണ്ട ലൈവ് അല്ലായിരുന്നു ടി വി. ഒത്തിരി പേര് പങ്കെടുത്തില്ലേ? കുറെ പേരുണ്ടെന്ന് പറയുന്നു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ലല്ലോടാ. അതൊന്നും പറഞ്ഞില്ലേ? അവൻ എന്താ പറഞ്ഞേ? അവൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് അവസാനം എല്ലാ മതങ്ങളും എന്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പാല് തന്ന എല്ലാ ഹിന്ദുക്കളാണ്, എനിക്ക് പാല് തന്ന മറ്റവരാണ്, മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അയാള് തട്ടിക്കഴിച്ചങ്ങ് പോവുകയായത്. അയാള് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നൊക്കെ വിചാരിച്ച ആളുകൾ വന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ ചേരാമല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നേ. പക്ഷെ ഇയാൾക്കൊന്നും പറഞ്ഞാതെ അയാളങ്ങ് പോയി. ഇന്നിപ്പോ അയാള് മാമി എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലേ? മാമി എന്ന് പറയുന്നത് എന്തോ എനിക്കറിഞ്ഞൂടാ. ഈ മാമി എന്ന് പറയുന്ന ഒരാളെങ്ങാണ് പിന്നെ മരിച്ചല്ലോ, കൊലപാതകവും. അയാളെ കാണാതെ ആയല്ലോ. അയാളെന്താ ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ ആളാണ്. ഇന്ന് അയാളെ കുറിച്ച് കോഴിക്കോട് മുതലക്കുളത്ത് മൈതാനത്ത് സംസാരിക്കാനിരിക്കുക അൻവർ. ഇന്നിപ്പോ ഇന്നും കുറെ ആള് കൂടുമായിരിക്കും. ഈ ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവും. എന്തെങ്കിലും നടക്കും. ബിരിയാണിയും പൈസക്കും വേണ്ടി അല്ല കൂടുന്നത്. അല്ലല്ലേ? എന്തോ ആത്മാർത്ഥത കാണുക അല്ലേ? അങ്ങനെ ചെല്ലു. എന്താ ആത്മാർത്ഥതയാടാ? ഒരു മനുഷ്യനോട് ആത്മാർത്ഥത വേണ്ടേ? പിണറായി വിജയൻ പറയുന്നത് കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ സ്വർണ്ണവേട്ടയുണ്ടല്ലോ, ആ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണത്തെ പേടിച്ചാണ് ഇപ്പൊ അൻവർ ഇതുപോലുള്ള പണികൾ കാണിക്കുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോ അൻവർ പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, ഞാൻ ജനങ്ങളുടെ ആളെന്നാണ്. കറക്റ്റ് ആയിരിക്കും. അതും കറക്റ്റാണ്. അപ്പൊ രണ്ടും കൂടെ എങ്ങനെയാണ് കറക്റ്റ് ആവും? എല്ലാം അവരെല്ലാം പറയുന്നത് നമ്മൾ അങ്ങനെ കേൾക്കുക. അങ്ങനെ കേട്ടിട്ട് കാര്യമുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടേ? ക്രിയേറ്റീവ് സിനിമ എടുക്കണം. ക്രിയേറ്റീവ് ആയിട്ടുള്ള അങ്ങനല്ലടാ. അപ്പൊ മനുഷ്യരുടെ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയാത്തവരെല്ലാരും. മുഖ്യമന്ത്രി പറയുന്നത് ആർക്കെങ്കിലും പട്ടിണി മാറ്റി കൊടുത്തിട്ടുണ്ടോ? പട്ടിണി മാറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് പിന്നെ നമുക്ക് ആലോചിക്കാമല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന കാര്യവും അത് ശരി. പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആഹാരം കിട്ടുമെന്ന് വാങ്ങിച്ച് തിന്നിട്ട് കഴിച്ചാൽ നിങ്ങൾ അന്വേഷിച്ചു. അൻവർ പറയുന്ന കാര്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യവും അതിന്റെ വ്യക്തത മനസ്സിലാക്കണം. അതാ പറഞ്ഞത്. നീ വല്ലതും കഴിച്ചില്ല എന്നുള്ളത് ഇന്നത്തെ കാര്യമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം വയറാണ്. അതിന് വേണ്ടത് എന്തെങ്കിലും ഇവർ ചെയ്യുന്നു. അപ്പൊ എല്ലാരും വയറ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഓരോ രാജ്യത്ത് അങ്ങനെയല്ലേ ആളുകൾ ജീവിക്കുന്നത്. വയറ് നിറഞ്ഞ കാര്യങ്ങൾ നടക്കത്തില്ല. സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കണം, സമൂഹത്തിന്റെ നിലനിൽപ്പ് മനസ്സിലാക്കണം, പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. തലമുറയ്ക്ക് വേണ്ടി എന്തോ ഇത് തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി അവനെ ഇല്ലാതാക്കണം. അങ്ങനെ വേണ്ടത്. ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരില്ലാതാവണം. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നത്. അത് നടക്കരുതെന്നാ പറഞ്ഞത്. നിനക്കെന്ത് രാഷ്ട്രീയം അറിയാം? നിനക്കൊരു രാഷ്ട്രീയം അറിയത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടക്കുന്നില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ? രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നിനക്ക് കഴിയത്തില്ല. നീ എന്തെങ്കിലും ഒരു വർത്താനം പറയുന്ന അയാള് പറഞ്ഞത് ശരി, ഇയാള് പറഞ്ഞത് ശരി, അങ്ങനല്ല പറയേണ്ടത്. പിന്നെ അവരെല്ലാം പറയുന്നത് തെറ്റാന്ന് പറയുന്നത്. അവന്മാരെല്ലാം പറയുന്നത് തെറ്റല്ല. അതിനകത്ത് ആര് ശരി പറയുന്നു, ആര് തെറ്റ് പറയുന്നല്ലേ പറയേണ്ടത്. അതിന് നീ അത് പറയുന്നുണ്ടോ? പിണറായി വിജയൻ ശരിയാണ് പറഞ്ഞെങ്കിൽ പിണറായി വിജയൻ ശരിയെന്ന് അത് ശരിയാ. അൻവർ പറഞ്ഞത് ശരിയാ. നീ എന്ത് ഇങ്ങനെ കാണിക്കുന്നത്? നീ എന്തൊരു ചങ്കു? അതാണ് രാഷ്ട്രീയം. എന്താ രാഷ്ട്രീയം? രാഷ്ട്രീയം ഒന്നുമല്ല. നീ എന്റെ പോക്കന് പോകും. അല്ല, നിങ്ങൾ വിപ്ലവം ഉണ്ടായില്ല. എവിടെ വിപ്ലവം? ഒരു സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു വിപ്ലവം ഇല്ലെങ്കിലും അതാ പറഞ്ഞത്. ശരിയായ ഒരു സ്വഭാവമല്ല നിങ്ങൾ അതിനുള്ള കോപ്പിയും വെച്ച് നടക്കുന്നു. ഇവിടെ വാടാ. നീ ഇവിടെ വാടാ. നീ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടേ പട്ടി കുറച്ച് കണ്ടോണ്ട് നീ കണകുണ പറഞ്ഞ പോകരുത്. അതിന് സത്യസന്ധത വേണം രാഷ്ട്രീയത്തിന്. നീ എന്തെങ്കിലും പറഞ്ഞോ? എന്തോ പട്ടി ഉണ്ടായിരുന്നോ? പറ്റി എന്ത് പറ്റി? രാഷ്ട്രീയക്കാരെ ചീത്ത വിളിക്കുന്നതാണോ? രാഷ്ട്രീയക്കാർ ചീത്ത വിളിക്കായിരിക്കും ചിലപ്പോ പട്ടി. അത് എനിക്ക് തോന്നുന്നു നമ്മൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അല്ല, നമ്മൾ അവരെ പോലെ പെരുമാറുന്നു. അതായിരിക്കും. ഏതായാലും നമ്മളും കുറച്ചോണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തെ കുറിച്ചാണ് ഇപ്പൊ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട്. നടന്നാ കൊള്ളാം. നടക്കൂടാ? നടക്കത്തൊന്നുമില്ല എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം? നടന്നാ കൊള്ളാം. നടക്കുമല്ലേ? നടക്കും. നീ ചായ കുടിച്ച? ഇല്ല. നമുക്ക് ചായ കുടിക്കും. എന്നാ വാ. ചായ ഇനിയിപ്പോ ഇവിടെ കിട്ടുമെന്നറിയ. ചായ വടയൊക്കെ വേണേ മേടിച്ചു തരാം.